ഇതിന് പാതിരി ഇല കീറിയിട്, എന്നിട്ട് എനിക്കത് കീറുക. അയ്യോ വേണ്ട, ഇല കീറിയാ ചോറ് മുഴുവനും വെള്ളത്തിൽ പോകും. നമുക്ക് ഒരുമിച്ചുണ്ടാ. ഞാൻ വളർത്തട്ടെ. ആ കഴിക്കേ. ആ ഡ്രൈവറായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് ഒന്നുമായിരുന്നു. അറിയാനും ഞാൻ വാരി കൊടുക്കാറുണ്ട്. നീ ഒന്ന് സമയം ഒരുപാടായി, നമുക്ക് പോവാം. ഇപ്പൊ ഉടനെ തന്നെ പോണ്ട, കുറച്ച് വിശ്രമിച്ചിട്ട് പോവാം. അല്ല രാമു, ചന്ത പിരിയുന്നതിന് മുമ്പേ അന്നേം നീയും കൂടെ നേരത്തെ ഇങ്ങി പോന്നു അല്ലേ? എന്താ രാമു, നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല. മോളെ, രാമു അപ്പുറത്തൊന്ന് ഇരിപ്പുണ്ട്, നീ കാപ്പി അങ്ങോട്ടൂടെ കൊടുക്ക. നിങ്ങളുടെ മുതലാളിക്ക് ഒരു കഷ്ടവും വരികയല്ല. ഇത് 5000 രൂപ തരാമല്ലേ പറഞ്ഞേ? ഇതാർക്ക് കൊടുത്താലും 10000 രൂപ കിട്ടും. പിന്നെ ഇതൊരു കള്ളക്കച്ചവടം ആയതുകൊണ്ട് മുതലാളിക്ക് കൊടുക്കാമെന്ന് വെച്ചത്. പിന്നെ ഒരു കാര്യം, ഈ ചന്ദനത്തിരയുടെ ബിസിനസ് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നാട്ടുകാരറിയരുത്. ഞങ്ങൾ ആരോട് ഇത് പറയാ? ഗോപാല മുതലാളിക്ക് ഇത് എന്തിട്ടാലും ലാഭമല്ലേ? ചന്ദനത്തിരെ കാറ്റിന് വെട്ടിക്കൊണ്ടുവന്ന് വെറുതെ ഇബ്രഹാം സ്ഥാനങ്ങളെ പിടിപ്പിച്ച് സ്വന്തമാക്കി. മുതലാളിക്ക് മുടക്കുമുതലുള്ള ഉണ്ടോ? അതാണ് എൻ ബിസിനസ്. എന്നാ കേട്ടോ കേട്ടി മുതലാളി ഞങ്ങൾ പോയിട്ട് വന്നേ. വരുന്നേ, മാറി നിൽക്കേ. മാറില്ല. നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. കാട്ടിൽ നിന്ന് ചന്ദനത്തരെ മോട്ടിക്കാൻ ഞാൻ, കള്ളനെന്ന പേരെയാക്കാൻ ഞാൻ, അത് വിറ്റ് കാശുണ്ടാക്കാൻ നീ. ഞാൻ മാറില്ല. മര്യാദക്ക് വഴിമാറി കൊടുക്കാനാ പറഞ്ഞത്. എന്റെ ചന്ദനത്തരയും കൊണ്ട് ഈ വണ്ടി ഇവിടുന്ന് നീങ്ങണമെങ്കിൽ അതിന്റെ ശവശരീരത്തിന് പുറത്തൂടെ ആയിരിക്കും. മാറോ നോക്കടാ.
ഇന്നലെ ഗോപാലൻ നമ്മെ ചതിക്കായിരുന്നു. നമ്മൾ കൊണ്ടുവരുന്ന ഈട്ട വലിയ വിലക്ക് കൺട്രാക്ടർമാർക്ക് കൊടുക്കും. ഇനി മുതല് ഗോപാലിന് ഈറ്റ കൊടുക്കരുത്. ഗോപാൽ ഈറ്റ കൊടുത്തില്ല പിന്നെ നമ്മൾ ആർക്ക് കൊടുക്കും? ഗോപാലൻ മുതലാളി ഇപ്പൊ കാലി മുതലാളിക്ക് ഈറ്റ കൊടുക്കുന്നത്. നമ്മൾ നേരിട്ട് കൊടുത്താൽ അറിയാൻ വാങ്ങിക്കുവോ? ഇല്ല. പിന്നെ നമ്മൾ ഈ നെയ്ത്തുകാർക്ക് ചില്ലറ വിറ്റാൽ എത്ര വിൽക്കും? കാലി മുതലാളി വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ ഈറ്റ വാങ്ങിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാകും. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. എന്നാ അതുകൊണ്ട് തന്നെ ഒരാളെ കണ്ടുപിടിക്കുക, നമുക്ക് അത് കൊടുക്കാം. ഗോപാലൻ എന്നോട് ചെയ്തതും ഒരു ചെയ്യുവാണ്. ഈറ്റ എനിക്ക് തരാനാ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ എടുത്തോളാം. എങ്കിൽ കുറുപ്പിയേട്ടന് എന്തെങ്കിലും അഡ്വാൻസ് തരണം. ഞങ്ങൾക്കൊക്കെ സ്വല്പം ബുദ്ധിമുട്ടാണ്. എന്ത് വേണം മറുതണ്ണി? കുറുപ്പിയേട്ടന് ഇഷ്ടമുള്ളത് തന്നാ മതി. ആട്ടെ, നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 8 പേരുണ്ട്. ഞാൻ ഒരു 1200 രൂപ അഡ്വാൻസ് തരാം. ഈറ്റ വന്നിട്ട് വില നിശ്ചയിക്കാം. അങ്ങനെയാണ്. വാ വാ. സൂക്ഷിച്ച് കാല് വഴുക്കും. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഒരു കുറുക്ക് വഴി അതിലേ പോയാൽ നരിയൊക്കെ ഉണ്ടാവും. ഇതിലേ ഒന്ന് പോവാം. ആ കാണുന്ന സൂക്ഷിച്ച് നടക്കും. നിന്റെ കൈ ഞാൻ പിടിക്കാതെ വഴിക്ക് പാറയാണ്. കൈ പിടിച്ചോ. കയ്യും കാര്യം പിടിച്ച് നിന്നെ 10 പ്രാവശ്യം തള്ളിയിടുന്നു കേട്ടോ. നാട്ടിലെത്തട്ടെ മോനെ, നിനക്ക് വിളിച്ചിട്ടുണ്ടതാ കേട്ടോ. കഷണ്ടി 2 ഉണ്ടാക്കുന്നു. കഷണ്ടിന്ന് വിളിക്കരുത്. എന്താ വിളിച്ച എന്താക്കും? അയ്യോ അയ്യോ കാലി നടക്കും. കാല് പോയല്ലോ ഈശ്വരാ. നടക്കുന്നു. ഇതുവരെ കുന്നും മഴ കയറി പോരാ. ഇപ്പൊ മരം കയറണോ? കഷണ്ടിയെ ഞാൻ സൂക്ഷിക്കണേ. ആ സൂക്ഷിക്കാനൊന്നുമില്ല, നടന്ന എനിക്ക് തരാനുള്ള 1 രൂപയില്ലേ? അത് നീ തരട്ടെ, നീ എടുത്തോ. എടുക്കട്ടെ. നീ സൂക്ഷിക്കണേ. അല്ല പിടിക്കണേ. ഞാൻ പിടിക്കാം. മെല്ലെ നടക്കേ. കാണുന്നതാ ചെലുത്താൻ പാറ. അവിടെയാ നല്ല ഈറ്റയുള്ളത്. ഇതിലെ വേണം പോകാൻ. നടക്ക്.